ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നവരെല്ലാം വർഗീയവാദികളല്ലെന്ന് ജി സുധാകരൻ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മതേതരത്വമുള്ള പാർട്ടി മുസ്ലിം ലീഗാണെന്നും ജി സുധാകരൻ പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ നിലപാടിനോട് നമുക്ക് യോജിക്കാനാവില്ല. കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടനയുടെ നേതാവാണ് വെള്ളാപ്പള്ളി നടേശനെന്നും ജി സുധാകരൻ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ കേസിനെതിരെയുള്ള പ്രചരണത്തോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ആരെ ആക്ഷേപിച്ചുകൊണ്ട് ഒന്നും ചെയ്യാറില്ല. ആരെങ്കിലും അനാവശ്യം പറഞ്ഞാലും മറുപടി എങ്ങാനും പറയാം, അത് മാന്യമായിട്ടാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ദുരുപയോഗം ചെയ്യാറില്ല. കേസിനെതിരായി വ്യാപകമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കുറേ ഒരു ടീം കാണും. ആ ടീം ആയിരിക്കും ചെയ്യും. ആ ടീമിന്റെ ഉദ്ദേശം നല്ലതല്ല. ഞാനങ്ങനെ പ്രത്യേക തരത്തിൽ മുഖ്യമന്ത്രിയെ പറ്റി ഫ്രെയിം ചെയ്തൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ഭരണകക്ഷിയായി വന്നത് UDF ആണ്. അതിനെ നയിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ പ്രസ്ഥാനമായ കോൺഗ്രസ് ആണ്. അപ്പൊ അവര് തീരുമാനിച്ചു, ഭരണകക്ഷികൾ അംഗീകരിച്ചു. അതല്ലേ ഭരണഘടനാപരമായ അതല്ലേ, അത്രയേ ഉള്ളൂ. ഞാൻ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന നാളെ MLA എന്നുള്ള തരത്തിൽ ഞാനതിന് പോകുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അല്ല ഈ കാര്യങ്ങളിലൊക്കെ ഇന്നാര് മുഖ്യമന്ത്രിയാണ്, ഇന്നാര് മുഖ്യമന്ത്രി അങ്ങനെ പറയാമെന്ന് ഞാൻ പറയാറില്ല. അതൊന്നും എന്റെ പരിധിപ്പെടുന്ന കാര്യമല്ല. അല്ല എന്റെ പരിധിപ്പെടുന്ന കാര്യമല്ല. പൊതുപ്രവർത്തകർ മാത്രമല്ലല്ലോ. പൊതുപ്രവർത്തകർ സംസാരിക്കുന്നത് സൂക്ഷിച്ച് സംസാരിക്കണ്ടേ. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതേപ്പറ്റി ചർച്ച നടത്തിയിട്ട് കാര്യമില്ല. പോകുന്നുണ്ട്. ഞാനൊരു 11:30 പോയി ഫിസിയോതെറാപ്പി ഒന്ന് ചെയ്യണം. കാലിൽ ചെയ്യുന്നുണ്ട്. അമ്പലപ്പുഴയില്ല. അത് കഴിഞ്ഞ് ഞാൻ 11:30 പാവതി കഴിക്കും. 11:30 പോയാൽ തന്നെ 5 മണിക്ക് ചെല്ലുന്നുണ്ട്. ഇനി ഞാൻ ശോഭിക്കത്തുമില്ല, അങ്ങനെ വിചാരിക്കണം. ഒരു കാരണവശാലും ശോഭിക്കത്തില്ല. എന്ത് വേണം ശരീരത്തെ അടിക്കാതിരുന്ന. അതായത് കേരളത്തിലെ ജനസംഖ്യയിൽ 33% ഈഴവരാണ്. അവരെല്ലാം സുമോട്ടോ SNDP ആണെന്നാണ് സങ്കല്പം. എല്ലാവരും മെമ്പർഷിപ്പ് എടുത്താലും ഇല്ലല്ലോ. അതിന് ജനറൽ സെക്രട്ടറിയാണ്. ആ SNDP യോഗം എനിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിവിടെ. NSS പ്രവർത്തിച്ചു. കത്തോലിക്ക വോട്ട് മൊത്തം എനിക്കായിരുന്നു. ഏറ്റവും അത്ഭുതകരം, മുസ്ലിം ബൂത്തുകളിൽ 99% എനിക്കാണ് ഭൂരിപക്ഷം. ഇപ്പോഴല്ല, 2014 അങ്ങനെയാണ്. ആ സെക്രട്ടറി പ്രസാദ് ആദ്യത്തെ ബൂത്ത് തന്നെ എപ്പോഴേക്കും ഭൂരിപക്ഷം. അപ്പോൾ ഞാൻ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയില്ലേ, ഇന്ന് ഞാൻ പോയല്ലോ. ഇതൊരു വലിയ സന്തോഷമായി. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം മാത്രം പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല. ഈസ് ജനറൽ സെക്രട്ടറി ഓഫ് SNDP. അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ എന്തിനാ കാണുന്നത്? അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്, ഞങ്ങളുടെ ഒന്നും അല്ലല്ലോ. മുസ്ലിം വിഭാഗം സോഷ്യൽ മീഡിയയിൽ ഏതവനെ എഴുതാൻ വയ്യ. സോഷ്യൽ മീഡിയ ഞാൻ വായിക്കാറില്ല. സോഷ്യൽ മീഡിയ ആണ് എനിക്ക് വോട്ട് ചെയ്താൽ ഒന്നാമത് നിൽക്കുന്നത്. അവർക്ക് എന്നെ അറിയാം. വെള്ളാപ്പള്ളി നടേശനെ ഉദ്ദേശിച്ചല്ല അവർ വോട്ട് ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നാളെ ലൈൻ മാറ്റിക്കൂടെ? ലൈൻ മാറ്റാമല്ലോ. അദ്ദേഹം പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തല്ലേ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നു. നാളെ ഇനി എങ്ങനെ ആർക്കറിയാം. അപ്പൊ ഇതൊന്നുമല്ല. വെള്ളാപ്പള്ളി നടേശനെ പറ്റിയൊന്നും നമ്മൾ കൂടി ചർച്ചയ്ക്ക് പോകണം. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞുകൊണ്ട്. പക്ഷെ നമുക്ക് സ്വീകാര്യമായത് മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. അങ്ങനല്ലേ? അത്രയേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അല്ലേ ഞാൻ ജയിച്ചത്. അവിടെ 19,000 വോട്ട് എനിക്ക് കിട്ടിയല്ലോ. CPM-ന്റെ നേതാവായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വിമർശിക്കുമായിരുന്നല്ലോ. പക്ഷെ ഒരു കോൺഗ്രസ്സുകാരനും എന്നോട് ചോദിച്ചില്ല. ഒരാത്മാർത്ഥമായിട്ട് എത്ര ആത്മാർത്ഥം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഒരു ചായ പോലും എന്നോട് വാങ്ങിച്ചു കൊടുത്തില്ല. അറിയോ? അതുകൊണ്ട് ഞാൻ കോൺഗ്രസിനെ പണ്ട് വിമർശിച്ചു. അതങ്ങനെയാണ്. ഇപ്പൊ ഇന്ത്യ മുന്നണിയിലല്ലേ CPI അല്ലേ? കേരളത്തിൽ ഇന്ത്യ മുന്നണി വരും 15-10 വർഷം കഴിഞ്ഞ്. നമ്മൾ കണ്ടല്ലേ, എഴുതി വെച്ചോ. BJP വരും മേളോട്ട്. അപ്പോൾ ഇന്ത്യ മുന്നണി ഇവിടെ വരും. അപ്പൊ ഇപ്പോൾ കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആക്ഷേപിക്കുന്നവർ അന്ന് എന്ത് പറയുമെന്ന്. മൂക്കിനപ്പുറം രാഷ്ട്രീയം കാണാൻ കഴിയാത്തവർക്ക് രാഷ്ട്രീയ ഭാവി ഇല്ല. പഴയ കാലഘട്ടമൊന്നും അല്ല. ഞാൻ സമയം കളയുന്നുണ്ട്. അതുകൊണ്ട് ശരിയായ നിലപാട് ഞാൻ സ്വീകരിച്ചുകൊണ്ടാണ് 28,000 പേരെ വോട്ടിന് ഭൂരിപക്ഷം. ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. എനിക്കറിയാൻ നിൽക്കും. അസംബ്ലി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ സ്നേഹബന്ധങ്ങളുള്ള ഒരാളാണ്. രാഷ്ട്രീയത്തിൽ അതീതമായി. അപ്പൊ അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നത് മാത്രമേ. മന്ത്രിസഭയൊക്കെ പൂർത്തിയാക്കിയല്ലോ അവര്. എന്നാ കേട്ടത്? അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതിനു വേണ്ടി ആരുടെ അടുത്ത് ശുപാർശക്ക് പോയിട്ടില്ല. ഞാൻ ശുപാർശക്ക് പോകാറേ ഇല്ല.
2 തവണ നേരത്തെ മന്ത്രിയായപ്പോൾ ഒരു ശുപാർശയ്ക്ക് ഞാൻ ആരെ എടുത്തു പോയി. ഒരു തീരുമാനിച്ചു, മന്ത്രിയായി. എങ്ങനെ പ്രവർത്തിച്ചു സഹോദരിക്ക് അറിയാമല്ലോ, ഇതെല്ലാം അറിയാമല്ലോ. ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു സ്ഥാനത്തിന് വേണ്ടിയും ഒരിടത്തും ഞാൻ ശുപാർശയ്ക്ക് പോകാൻ ആരെ കൊണ്ട് ശുപാർശ ചെയ്യിക്കാറുമില്ല. എന്നല്ല, വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് കൊണ്ടല്ല അവർ വരുന്നത്. അവർ കണ്ടില്ലേ വോട്ട് പിടിക്കുന്നത്. 3 MLA വിജയിപ്പിച്ചില്ല. പണ്ടൊരാൾ വിജയിക്കുമായിരുന്നു. ഇവിടെ പണ്ട് ജയചന്ദ്രൻ മത്സരിച്ച് 5000 വോട്ട് അമ്പലപ്പുഴ മണ്ഡലത്തിൽ. കഴിഞ്ഞ ഇലക്ഷനിൽ 22,000 ചിഹ്നം കിട്ടി. ഇത്തവണ 16,000 ചുരുങ്ങി. BJP വോട്ടർമാരെല്ലാം വർഗീയവാദികളല്ല. വോട്ടർമാർ സാധാരണക്കാരാണ്. അവരൊന്നും RSS പ്രവർത്തകരുമല്ല. ഇതൊക്കെ നിങ്ങൾ മാധ്യമങ്ങളിൽ വിശകലനം ജനങ്ങളോട് പറയാം. BJP വോട്ട് ചെയ്തതുകൊണ്ട് അവർ വർഗീയവാദികളാവുന്നില്ല. ചിലപ്പം ഹിന്ദു മതത്തെ പറ്റിയുള്ള ഒരു അതീവ സങ്കല്പമൊക്കെ ഓർക്കണം. അതിനപ്പുറം ഇല്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ വർഗീയ കക്ഷിയാണോ? അല്ലല്ലോ. ഒട്ടും വർഗീയ കക്ഷിയല്ല അവർ. വർഗീയ കക്ഷിയാണെങ്കിൽ മുസ്ലിം പേരുള്ള ഒരാൾ അപ്പുറത്ത് മനസ്സിലായി എനിക്ക് വോട്ട് ചെയ്യും. എനിക്കല്ലേ വോട്ട് ചെയ്തേക്കുന്നവർ. 2012 ചെയ്തു, 2011 ചെയ്തു. അപ്പോൾ തെറ്റായ സങ്കല്പങ്ങൾ മാധ്യമങ്ങൾ ആയാലും അടിച്ചേൽപ്പിക്കുന്നു. മുസ്ലിം സമുദായം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മതനിരപേക്ഷതയുള്ള പ്രസ്ഥാനമാണ്. ആ പാർട്ടി അതാണ്. കോൺഗ്രസ് ഏറ്റവും കൂടുതൽ മതനിരപേക്ഷ പാർട്ടിയാണ്. ഇവിടെ എല്ലാം വോട്ട് എനിക്ക് കിട്ടി. കത്തോലിക്കൽ വോട്ട് മൊത്തം എനിക്കല്ലേ കിട്ടി. ഒരു BJPക്ക് വോട്ട് ചെയ്തില്ല. ഒരു LDFന് വോട്ട് ചെയ്തു. എനിക്ക് കിട്ടിയത് ആരാ തരാത്ത? NSS വോട്ട് ചെയ്തില്ലേ? SND ആരാ ചെയ്തത്? ഒരു രാഷ്ട്രീയം ഇല്ലാത്ത വോട്ട് ചെയ്തില്ലേ? 10,20,000 CPI പ്രവർത്തകർ എനിക്ക് വോട്ട് ചെയ്തില്ലേ? അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതൊക്കെയാണ് നമ്മളെടുക്കുന്ന നിലപാട് പോലെ ഇരിക്കും. ഇന്ത്യ ഭാവിയിൽ അങ്ങനെ ഇന്ത്യ പാർട്ടിയാണെന്ന് പറഞ്ഞ് ആരും കുത്താൻ പോകുന്നില്ല. ആരെങ്കിലും കൊണ്ട് നിർത്തിയാലും ജയിക്കാനും പോകുന്നില്ല. പല പല പരിഗണന അല്ലേ? മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി കണ്ട് നല്ലൊരു രാഷ്ട്രീയം രൂപപ്പെടാൻ വേണ്ടി മാധ്യമങ്ങൾ പോരാണ്. നമ്മളെപ്പോലെ ആരും ഉപദ്രവിക്കാതെ ജീവിക്കുന്നവരെ ആക്ഷേപിക്കുക. അതർക്ക് സപ്പോർട്ട് വരും കേട്ടോ. സഹോദരിയാണ് അവർ. അതൊരു സാങ്കല്പിക ചോദ്യമാണ്. അത് കിട്ടട്ടെ, അപ്പം തീരുമാനിക്കാം. ഞാൻ ഒരു ചർച്ചയിലും പങ്കെടുത്തില്ലെന്ന് ഈ ചെവി കേൾക്കത്തില്ല. കൂടിക്കാഴ്ച നടന്ന അദ്ദേഹത്തെ ഞാൻ ഇടയ്ക്ക് കാണാനുണ്ട്. അപ്പൊ ഇവിടെ വന്നു, അദ്ദേഹത്തെ കണ്ടു, ഞാൻ പോന്നു. 2 മിനിറ്റല്ലേ എടുത്തു. 2-3 പേരോട് ഇരിക്കുന്നു. അദ്ദേഹം നേരത്തെ മുതൽ ഏതാണല്ലോ പറയുന്നത്. ആന്റി മുസ്ലിമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? നമുക്ക് അതിനോട് ചോദിക്കാൻ പറ്റുമോ? വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അല്ല, അദ്ദേഹം ഇങ്ങനെ പറയുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടത് എന്നാ തെറ്റ്? തെരഞ്ഞെടുപ്പിൽ എന്നെ സഹായിച്ച എല്ലാ ലീഡേഴ്സിനും ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തെ മാത്രമല്ല കണ്ടത്. അതിനെന്താ തെറ്റ്? ഞാനത് പലതവണ ഏത് ചാനല അതാണ് റിപ്പോർട്ടറായി ചോദിച്ചോണ്ടിരിക്കുന്നത്. കൈരടിയും ചോദിക്കാറ്.